രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നാളെയും വാദം തുടരുന്നതായിരിക്കും. ഇന്ന് വാദം കേട്ട കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. കൂടുതൽ തെളിവ് ഹാജരാക്കാമെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് വാദിക്കുകയാണ് ഈ വിഷയം. രാഹുൽ രണ്ടാം പരാതി കഴിഞ്ഞ ദിവസം വന്ന ആ ഒരു പരാതി അത് DGP SITക്ക് കൈമാറിയെങ്കിലും പെൺകുട്ടി നേരിട്ട് പരാതി നൽകിയാലേ ഇതിൽ കേസെടുക്കാനുമാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ 7ാം നാളും പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലെ തിരയുകയാണ്. രാഹുലിന്റെ ഒളിച്ചുകളി ഇപ്പോഴും തുടരുകയാണ്. ബലാത്സംഗ കേസിൽ പ്രതിയേർക്കപ്പെട്ട പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തുടർവാദം കേൾക്കാനാണ് കോടതിയുടെ തീരുമാനം. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. നാളെ വീണ്ടും വാദം കേൾക്കും. അതിനുശേഷമാകും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഇന്ന് ആദ്യ കേസായി പരിഗണിച്ചപ്പോൾ കോടതി ആദ്യം കേട്ടത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന അപേക്ഷയാണ്. പ്രോസിക്യൂഷൻ ഈ അപേക്ഷ എതിർത്തില്ല. അതുകൊണ്ട് തന്നെ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് മറ്റെല്ലാ കേസുകളും പരിഗണിച്ച ശേഷം അവസാന കേസായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹർജി എടുത്തു. തുടർന്ന് അടച്ചിട്ട മുറിയിൽ വാദം കേട്ടു. ആദ്യം ഹർജിക്കാരൻ്റെ അഭിഭാഷകനാണ് വാദം ഉന്നയിച്ചത്. ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. മാത്രമല്ല രാഷ്ട്രീയ പ്രേരിതമാണ്. CPM-ഉം BJP-യും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതുക്കൽ ഇത്തരമൊരു പരാതിയുമായി രംഗത്ത് വന്നത് എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. അതിനൊപ്പം തന്നെ ഈ ബലാത്സംഗം നടന്നതിനോ അതല്ലെങ്കിൽ ഗർഭചിത്രത്തിന് പ്രേരണ നൽകിയതിനോ ഒന്നും തെളിവില്ല എന്നും വാദിച്ചു. ഇതുകൂടാതെ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകളും കോടതി പരിശോധിച്ചു. പ്രോസിക്യൂഷൻ മുൻകൂർ ജാമ്യത്തെ ശക്തമായി തന്നെ എതിർത്തു. മാത്രമല്ല പോലീസ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ബലാത്സംഗത്തിനും ഗർഭചിത്രത്തിനും തെളിവ് കണ്ടെത്തിയതായും പ്രോസിക്യൂഷൻ അറിയിച്ചു. ഇതുകൂടാതെ ഇതുവരെ നടത്തിയ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ പോലീസ് സമർപ്പിക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ച ഡിജിറ്റൽ തെളിവുകൾ അതിന് ബദലായി ചില മെറ്റീരിയൽസ് കൂടി സമർപ്പിക്കാനുണ്ടെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. തുടർന്നാണ് കൂടുതൽ വാദം കേൾക്കാൻ കോടതി സമയം അനുവദിച്ചത്. ഏതായാലും നാളെ പ്രോസിക്യൂഷൻ ഈ ഡിജിറ്റൽ തെളിവുകളുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി മെറ്റീരിയൽസ് സമർപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട വാദമാണ് നാളെ നടക്കുക. അതിനുശേഷമാണ് ഉത്തരവുണ്ടാവുക. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു പരാതി ഇന്നലെ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി ആ പരാതി അത് SITക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷേ കേസെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഈ പരാതി ഉന്നയിച്ച യുവതിയെ കണ്ടെത്തി അവരുടെ മൊഴി നൽകാൻ തയ്യാറാണോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ അനുമതി അല്ലെങ്കിൽ മൊഴി നൽകാൻ തയ്യാറായാൽ മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്തൂ എന്നാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നിലപാട്.